Morning, Dimya. Very good morning. Very good morning. Good morning, good morning. കുതിരപ്പുറത്ത് കിടന്നോ രാവിലെ? കുതിരപ്പുറത്ത് കാരണം നിങ്ങൾ വന്നത് കുതിരപ്പുറത്ത് ആയതുകൊണ്ട് തന്നെ ഞങ്ങളും വലിയൊരു ആവേശത്തിലാണ്. കാരണം ഭാവിയിൽ നമ്മളെല്ലാം കുതിരപ്പുറത്ത് സഞ്ചരിക്കേണ്ടി വരും. ഇന്ധനവില വലിയ വർധനവിലാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അരുൺജി തന്നെ കുതിരപ്പുറത്ത് തന്നെ കയറി വന്നത് ദീർഘവീക്ഷണത്തോടു കൂടിയാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ ജാക്കി ഇവിടെ നിൽക്കൂ, ഞങ്ങൾ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് വരാം അല്ലേ? അപ്പൊ ശരി, ഞങ്ങൾ നല്ല ചൂടാന്ന് തോന്നുന്നു അല്ലേ? മൊത്തത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ചൂടും ഉണ്ട്, എല്ലാ ചൂടും ഉണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ചൂടും ഉണ്ട്, പൊതുവെയുള്ള ചൂടും ഉണ്ട്. ക്യാമ്പയിൻ ആരംഭിച്ചോ? ഇന്നലെ റോഡ് ഷോ തുടങ്ങി. പിന്നെ പാർട്ടി നേരത്തെ റോഡ് ഷോയിൽ വളരെ വൈകാരികമായ രംഗങ്ങളൊക്കെ കണ്ടു. നിങ്ങളൊക്കെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. കാരണം ഞാൻ നേരത്തെ ഇവിടെ വരുന്ന സമയത്ത് എന്നെ കേട്ടറിഞ്ഞ നിങ്ങളുടെയൊക്കെ റിപ്പോർട്ടർ ചാനലിലൂടെയൊക്കെ കേട്ടറിഞ്ഞത് കണ്ടറിഞ്ഞിരുന്ന ഒരു രമ്യ ഹരിദാസ് ആയിരുന്നുവെങ്കിൽ ഇത്തവണ അവരെന്നെ നേരിട്ടറിഞ്ഞ രമ്യ ഹരിദാസാണ്. അപ്പം അതിൻ്റെതായിരിക്കുന്ന ഒരു സ്നേഹവും കരുതലും എന്തായിരുന്നാലും കൂടുമെന്നുള്ളത് ഉറപ്പാണ്. രമ്യ ഹരിദാസിന് മാത്രമാണ് ഈ ആദ്യമായിട്ട് പാർലമെന്റിലേക്ക് ചെല്ലുന്ന സമയത്ത് പേര് തെറ്റുകയും അതിനുശേഷം ഒരു അഭിനന്ദനം കിട്ടുകയും ചെയ്യുന്നു. പാർലമെന്റിൽ രമ്യ ഹരിദാസിനെ സ്പീക്കറാണോ വിശേഷിപ്പിച്ചത്? സ്പീക്കർ ആദ്യത്തെ പിന്നെ ഒരു ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് തിരുത്തി പറഞ്ഞു, എനിക്ക് അറിയാം രമ്യ ഹരിദാസിനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഏറ്റവും ജനകീയമായ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അതെ. അപ്പോ രമ്യ ഇത്തവണ ആലത്തൂരിൽ മത്സരിക്കുന്ന സമയത്ത് രമ്യയുടെ കൂടെ ഉള്ളവരൊക്കെ പറയുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം കൂടും എന്നാണ്. രമ്യക്ക് കോൺഫിഡൻസ് തന്നെ ആയിരിക്കും. 100% ഉറപ്പ്. അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ എന്നെ കണ്ടും കേട്ടും അറിഞ്ഞ് എന്നെ സഹായിച്ചവരും പിന്തുണച്ചവരുമാണ് എങ്കിൽ ഇത്തവണ എന്നെ നേരിട്ടറിഞ്ഞ് എന്നെ സഹായിക്കുകയും അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും പിന്തുണ നൽകുന്നവരാണ്. ചേച്ചി കേട്ടാ. ഓക്കെ, അപ്പോൾ അങ്ങനൊരു വലിയ കാര്യമുണ്ട്. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ ഇത്തവണ ഈ ആദ്യമായിട്ട് പാർലമെന്റിൽ പോയപ്പോൾ ഒരു അനുഭവം ഉണ്ടല്ലോ. പാർലമെന്റിൽ കാര്യം ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് നേരെ പോകുന്നത് പാർലമെന്റിലേക്കാണ്. അവിടെ ചെന്ന് 5 വർഷം പ്രവർത്തിക്കുന്നു. അതിനുശേഷം വീണ്ടും അതേ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കാനായിട്ട് തിരിച്ചു വരുന്നു. ഒന്നുകിൽ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടണം, ഇല്ലെങ്കിൽ കോൺഫിഡൻസ് കൂടണം. കോൺഫിഡൻസ് കൂടിയോ കുറഞ്ഞു? കാരണം എൻ്റെ ആത്മവിശ്വാസം എൻ്റെ ആലത്തൂർ മണ്ഡലംകാരാണ്. ആ കോൺഫിഡൻസിൻ്റെ ലെവല് ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. കാരണം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, ഏറ്റവും സാധാരണക്കാരനും ഏറ്റവും നിഷ്കളങ്കരുമായി സ്നേഹിക്കാൻ അറിയുന്ന നമ്മളെ ഒരു മകളായിട്ട് കാണുന്ന ആളുകളാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും പോരായ്മ വന്നാൽ അവിടെ കൂടെ നിൽക്കുന്നത് നമ്മളെ മണ്ഡലത്തിലുള്ളവരാണ്. എൻ്റെ അമ്മമാർ, എൻ്റെ സഹോദരന്മാർ, ഈ നിൽക്കുന്നവരെല്ലാം. അപ്പം അവർ നൽകുന്ന ഒരു പിന്തുണ, അത് നമ്മളെ കോൺഫിഡൻസ് അങ്ങ് കൂടി വരികയാണ് ചെയ്യുന്നത്. രമ്യ എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റിനും അപ്പുറം രമ്യ എന്ന് പറയുന്ന ഒരു ലീഡർ ഉണ്ടല്ലോ. ആ ലീഡർ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് MP ആവുമ്പോൾ എന്തും മാറ്റം വരുന്നുണ്ടായിരുന്നു? കാരണം ഒരു ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി നമുക്ക് ഒരു അവസരം നൽകിയപ്പോൾ ഏറ്റവും വലിയ സന്തോഷത്തിൽ, കാരണം യൂത്ത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങൾക്കന്ന് 3 പേർക്കാണ് ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിനകത്ത് നിന്ന് മത്സരിക്കാൻ വേണ്ടി ബ്ലോക്കിലേക്ക് അവസരം നൽകിയിരിക്കുന്നത്. അപ്പോൾ അന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചു ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ബ്ലോക്കിലേക്കും എന്നെ ആളുകൾ തെരഞ്ഞെടുത്ത് അയച്ചത്. അതിനുശേഷം ഭരണം കിട്ടിയപ്പോൾ പാർട്ടിയും മുന്നണിയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. അപ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്താണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് MP രാഘവേട്ടൻ വളരെ ജനകീയമായ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ ദൈനംദിനമായിട്ടുള്ള എല്ലാ പദ്ധതികളുടെ അവലോകനത്തിനകത്തും ബ്ലോക്കിൽ നടത്തുന്ന അവലോകനങ്ങളും നടത്തുന്ന പ്രോഗ്രാമിനകത്തൊക്കെ രാഘവേട്ടൻ്റെ ഒരു സാന്നിധ്യം പലപ്പോഴും ഉണ്ടാകാം. ഒരു പൊളിറ്റിക്കൽ ബെൻഡർ. അതെ, ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഒരിക്കലുമില്ല, ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ രാഘവേട്ടൻ തന്നെയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നത് കൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ടൊരു ധാരണയും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയൊക്കെ അറിയാം. മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനുള്ള റൂട്ട് അറിയാം. അതെ, റൂട്ട് അറിയാം. അപ്പം നമ്മളെ സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ജനപ്രതിനിധിയായി പാർലമെന്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇന്ന മേഖലകളൊക്കെയാണ്, ഇന്ന രീതിയിലാണ് ഇതിന്റെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പൊ അതിന്റെ അത് ഭയങ്കര ഗുണമായി. സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് എത്തുമ്പോൾ ഒരു അഡ്വാൻറ്റേജ്. അതെ. ചായ കുടിച്ചാലോ? പിന്നെ വിത്തൗട്ടാണോ? കട്ടൻ ചായ. പരിപ്പോടെ വേണോ? പരിപ്പോടെ ആവാലോ. കണ്ടോ, രാവിലെ ഡബിൾ പവറായി. അപ്പോൾ നമ്മൾ കട്ടൻ ചായയും പരിപ്പോടെ ആവുന്നതേ ഉള്ളൂ. ചേട്ടാ, ഒരു കട്ടൻ ചായ വേണം. അപ്പോൾ രമ്യയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എനിക്കും കട്ടൻ ചായ മതി. അപ്പോൾ 2 കട്ടൻ ഇട്ടോ. കട്ടന് കടുപ്പം ലേശം മതി അല്ലേ? കുഴപ്പമൊന്നുമില്ല, എല്ലാ കടുപ്പത്തിലും നമ്മൾ നേരിടും എന്നുള്ളതാണ്. അപ്പോൾ 2 കട്ടൻ ചായ എനിക്കും രമ്യക്കും. അപ്പോൾ രമ്യ,
പൊതുവേ എങ്ങനെയാ ഈ തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ കൂടി ചൂടുള്ള സമയമാണ്. അപ്പോൾ പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ ഒരു പ്ലാൻഡ് ആയിട്ട് വേണം ഇറങ്ങാൻ അല്ലേ? ഇനി ഏകദേശം ഒരു 1.5 മാസം ചെറിയ ടെൻഷനും ഒക്കെ ഉണ്ടാവും. മത്സരിക്കാൻ വരുന്നത് കെ രാധാകൃഷ്ണനാണ്. കഴിഞ്ഞ തവണ പി കെ ബിജു ആയിരുന്നു. 2 തവണ മണ്ഡലത്തിൽ വിജയിച്ച ആളെ അട്ടിമറിച്ചാണ് പോകുന്നത്. അപ്പോൾ കെ രാധാകൃഷ്ണൻ വരുന്ന സമയത്ത് ഒരു ടെൻഷനുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ജനാധിപത്യമാണല്ലോ ഇത്. അപ്പം ഒന്നിലധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കും. അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ അങ്ങനത്തെ ഒരു ടെൻഷൻ്റെ കാര്യമില്ല. കാരണം ആലത്തൂർ പാർലമെന്റ് മണ്ഡലം ഇത്തവണയും ഐക്യ ജനാധിപത്യ മുന്നണിക്കുള്ളതാണ്. എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ മണ്ഡലംകാരും എൻ്റെ കുടുംബാംഗങ്ങളുമാണ്. അപ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തയക്കാൻ ആലത്തൂരിൽ നിന്ന് ആരെയാണ് തെരഞ്ഞെടുക്കാൻ പോകുന്നതെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം. അത് രമ്യ ഹരിദാസ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിനകത്ത് ഒരു സംശയമില്ല. അതുകൊണ്ട് അപ്പുറത്ത് ആരെന്നുള്ള ചോദ്യത്തിനൊരു പ്രസക്തിയേ ഇല്ല.